ഇവിടെ ഇങ്ങനെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന വ്യക്തി, നമ്മളൊക്കെ വിചാരിക്കും അല്ലെ ജോലിയൊക്കെ ചെയ്തിട്ട് വളരെ ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നതാണെന്നാണ് നമ്മളൊക്കെ ഈ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കല്ലേ. എങ്കിൽ ഇതല്ല. ഇന്നലെ പാലക്കാടിൽ നടന്ന ഒരു ദയനീയമായ ഒരു സംഭവം. അതായത് അതിഥി തൊഴിലാളിയായ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കേരളത്തിലേക്ക് ജോലി തേടി വന്നതാണ്. അദ്ദേഹം ജോലി തേടി വന്ന സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് അയാൾ എന്തായി, വെറും 5 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അവിടെ നിന്ന് അയാൾ യാത്ര പോയി കുറച്ച് കുടിയുണ്ട്, കള്ളുടിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര പോയിട്ട് പെട്ടത് ഒരു പണി നടക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചോദ്യം ചെയ്ത് കള്ളനെന്ന് വിചാരിച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കള്ളൻ്റെ ആ ഒരു ഇതിലായിരിക്കും. അത് പേര് പെട്ടെന്ന് പറയാൻ, ക്ഷീണിച്ച മനുഷ്യനല്ലേ, പേര് പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നാടെവിടെയെന്ന് ചോദിച്ചു. ബംഗ്ലാദേശിയാണോ? കാരണം മുഖഭാവം കാണുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശിയാണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിൽ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ബംഗ്ലാദേശി എന്ന് അറിഞ്ഞ തുടനെ തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. ബംഗ്ലാദേശ് മുസ്ലിങ്ങളാണല്ലോ, അതിഥിതൊഴിലാളി കൂടുതൽ ബംഗ്ലാദേശികൾ മുസ്ലിം എന്ന് പറയുമ്പോൾ പിന്നെ അടിക്കാൻ ഒരു കാരണം കിട്ടി. മുസ്ലിമിൻ്റെ പേര് കേട്ട് ബംഗ്ലാദേശിൽ നിന്ന് പേര് കേൾക്കുമ്പോൾ അടിക്കണമെങ്കിൽ അവരാരായിരിക്കണം? ഒരു സംശയം വേണ്ട, BJP പ്രവർത്തകർ. അതെ BJP പ്രവർത്തകർ തന്നെയാണ്. അടിച്ചു കൊന്നു കിടക്കുന്നതാണ് അവിടെ. എങ്ങനെ അടിച്ചു കൊന്നു? ഇത്രയും ക്രൂര. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ പറയുകയാണ്, ഇമാതിരി ഒരു ശരീരത്തിൽ ഒരു സ്ഥലം പോലും ബാക്കി വെക്കാതെ അവർ മർദ്ദിച്ച് ഒരു മൃഗത്തെ കൊല്ലുന്നതിനേക്കാൾ ദയനീയമായി ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഒരു ക്രിമിനൽ ആയിരുന്നില്ല, അയാൾ ഒരു കള്ളനായിരുന്നില്ല, അയാൾ ഒരു സാധാ മനുഷ്യനായിരുന്നു. 3 നേരം വയറ് നിറക്കാൻ 2 മക്കളുണ്ട്, നാട്ടിൽ ഭാര്യയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ വേണ്ടി, 3 നേരം ഭക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന പാവ മനുഷ്യനെയാണ് ഇവർ അടിച്ചു കൊന്നത്. അടിച്ച എല്ലാ സ്ഥലത്തും ചോര ഒഴുകുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ. എത്രമാത്രം അതിന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചോര ഛർദ്ദിച്ചാണ് ഹോസ്പിറ്റലിൽ മരണപ്പെട്ടത് എന്നറിയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്താണ്. ഇത് 2ാമത്തെ സംഭവമാണ് ഇങ്ങനെ മർദ്ദിച്ച് കൊല ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു, പശുവിനെ കൊണ്ടയാൽ അവിടെ മർദ്ദിച്ചടിക്കുന്നു, ശ്രീരാമൻ്റെ പേര് പറയിപ്പിച്ചിട്ട് അടിച്ചു കൊല്ലുന്നു, താടിയെ വലിച്ചു അടിച്ചു കൊല്ലുന്നു, പേര് ചോദിച്ച് മുസ്ലിം ആണെങ്കിൽ അങ്ങനെ മർദ്ദിക്കുന്ന ഇത് കേരളത്തിലും എത്തി. കേരളത്തിൽ BJP പുരോഗമനം വരുന്നുണ്ടെന്ന് സന്തോഷിക്കുന്നവർ കാണുക ഇവിടെ പുരോഗമനം വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത്. അതുകൊണ്ടാണ് കേരളം എന്നോർക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കും. ഇതുപോലുള്ള BJPമാർ വളർന്നു വന്നാൽ എന്താണ് ഇവിടെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം മർദ്ദനങ്ങളും പേര് നോക്കി മതം നോക്കി മർദ്ദിക്കുന്ന ഇത്തരം വർഗീയ ശക്തികളെ. ഇനിയെങ്കിലും നമ്മൾ കേരളം ഒറ്റപ്പെടുത്തണം. കേരളത്തിൽ BJP ശക്തി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ ഈ ഒരു രംഗം കാണുക. നിങ്ങൾ ശക്തി പ്രാപിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തി പ്രാപിച്ചാൽ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ BJPയെ ഇവിടെ വളരാൻ അനുവദിക്കാത്തത്. അദ്ദേഹത്തിന്റെ പേര് രാം നാരായണൻ എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇവിടെ ഒരു ബംഗ്ലാദേശ് മുസ്ലിമാണെന്നാണ് മർദ്ദിച്ചടിച്ചത് കൊന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് രാം നാരായണൻ എന്ന പേരായിരുന്നു. പക്ഷേ അതിന്റെ നേരെ മറിച്ച് രാം നാരായണൻ എന്ന പേരായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കമന്റുകൾ, ഇപ്പോൾ RSSന്റെ ആയാലും BJPന്റെ കമന്റുകളൊക്കെ ഈ മർദ്ദിച്ചവർക്ക് എതിരായിട്ടാണ് വരുന്നത്. ഇവരെന്താണ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവരെ അപലപിച്ചും ഒരുപാട് അവരെ ചീത്ത പറഞ്ഞിട്ടും ഒരുപാട് കമന്റുകൾ കാണുന്നു. ഒരു നെഗറ്റീവ് കമന്റും അതിൽ വരുന്നില്ല. ഇവർക്കെതിരെയാണ് കൂടുതൽ. നേരെ മറിച്ച് ഒന്ന് വേറെ രീതിയിൽ ചിന്തിക്കും. അതായത് ആ മരണപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശി മുസ്ലിം ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കമന്റ്, അത് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു തീവ്രവാദി ചത്തു, ഒരു കൊലയാളി ചത്തു, നന്നായി, ഒരു തീവ്രവാദി ചത്തു, അവൻ കൊലയാളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ അനുകൂലിച്ചിട്ടും ഒരുപാട് പോസ്റ്റുകൾ വരുമായിരുന്നു. പക്ഷേ പേര് മാറിയപ്പോൾ അതും ഇല്ലാതായി. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരെന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവും. കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം ഇവിടെ വരാതിരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലുള്ള വർഗീയ ശക്തികളെ നമ്മൾ തോൽപ്പിക്കണം. അത് മാത്രമേ ഇവിടെ നമുക്ക് പറയാനുള്ളൂ.